ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ആരാധന ക്രമവർഷത്തിൽ പിറവിക്കാലത്തിലാണ്. പിറവിക്കാലം 1-ാം ഞായർ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈശോയുടെ ജനനം ആഘോഷിച്ചു. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ 1-ാം വെള്ളി, 1-ാം ശനി. വീണ്ടും നമ്മൾ ഞായറാഴ്ചയിലേക്ക് വരുമ്പോൾ 1-ാം ഞായറാണിത്. ഇവിടെ മുതൽ 1-ാം ഞായർ ആരംഭിക്കുന്നു. പിറവിക്കാലത്ത് നമ്മൾ ഓർക്കുന്ന കാര്യം ഈശോയുടെ ജനനത്തെക്കുറിച്ച് തന്നെയാണ്. അതിനു മുമ്പ് നമ്മൾ മംഗളവാർത്ത കാലത്ത് ഈശോയുടെ ജനനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ രക്ഷകൻ്റെ ജനനത്തെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം പറഞ്ഞ കാര്യങ്ങൾ വായിച്ച് അതിനെക്കുറിച്ചാണ് പരിചിന്തനം നടത്തിയത്. അതായത് ഇതൊരു ആകസ്മികമായിട്ട് പെട്ടെന്നൊരു ദിവസം വന്ന ഒരു ജനനമല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, സൃഷ്ടികർമ്മത്തിൻ്റെ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് രക്ഷകൻ്റെ വരവ് എന്ന് പറയുന്നത്. അതേക്കുറിച്ചിങ്ങനെ കാലാകാലങ്ങളിൽ ദൈവന്മാരെ അറിയിച്ചിട്ടുണ്ട് ജനതയെ. അതുപോലെ ഇസ്രായേൽ ജനത്തിനിടയിൽ വലിയ പ്രതീക്ഷയുണ്ട്. പിന്നെ സംഭവിച്ചത് എന്താണ്? ആ രക്ഷകനെക്കുറിച്ചുള്ള ആശയങ്ങൾ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ചിത്രമല്ല ഈ ഇസ്രായേൽക്കാരുടെ മനസ്സിൽ ഈശോ വരുന്ന സമയത്ത് ഉള്ളത്. അവരുടെ മനസ്സിൽ അതൊരു രാജാവായിട്ടും അന്നത്തെ അവരുടെ റോമൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരാളായിട്ടും, അങ്ങനെ അവർക്ക് സ്വതന്ത്രമായൊരു രാഷ്ട്രം സൃഷ്ടിച്ചു കൊടുക്കുന്ന ആളായിട്ടുമൊക്കെയാണ് അവർ അതിനെ കണ്ടത്. പക്ഷെ ദൈവം വിഭാവനം ചെയ്ത് അതല്ലല്ലോ. ദൈവം വിഭാവനം ചെയ്തത് പാപഭംഗിലമായ മനുഷ്യ സ്വഭാവത്തെ, പ്രകൃതിയെ വീണ്ടും ദൈവ സ്വഭാവത്തോട് ചേർക്കാൻ പറ്റിയ ഒരു പദ്ധതി. അത് പക്ഷേ ഇവർക്ക് മനസ്സിലായില്ല. നമ്മളിവിടെ ഈ പിറവിക്കാലത്ത് അങ്ങനെ വന്ന ഈശോയെക്കുറിച്ചുള്ളൊരു ചിന്തയാണ്. അതേ സംബന്ധിച്ച് പഴയ നിയമത്തിൽ പല പ്രതീകങ്ങളും അതുപോലെയുള്ള മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇന്നത്തെ 1-ാം വായന. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ അബ്രാഹവുമായിട്ട് തങ്ങൾക്ക് കുട്ടികളില്ലാത്തതിനെക്കുറിച്ച് പരാതിപ്പെടുന്നതൊക്കെയാണ്. തനിക്ക് പ്രായമേറെയായി, ഇനിയൊരു കുട്ടി ജനിക്കുമോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും തനിക്കൊരു കുട്ടി വേണം. അന്നത്തെ നാട്ടു നടപ്പനുസരിച്ച്, അവരുടെ ഗോത്ര നിയമം അനുസരിച്ച് തൻ്റെ ദാസിയെ അബ്രാഹത്തിന് ഭാര്യയായി കൊടുക്കുന്നു. ഭാര്യ എന്നുള്ള സ്ഥാനമില്ല, പക്ഷേ ആ ദാസിയിൽ നിന്ന് ജനിക്കുന്ന കുട്ടിക്ക് സാറായുടെ മകൻ അല്ലെ മകൾ എന്നുള്ള സ്ഥാനമുണ്ടാകും. അങ്ങനെ ഹാഗാറിൽ അബ്രാഹത്തിന് ഈജിപ്തിൽ നിന്ന് കിട്ടിയ ഒരു അടിമയാണ് ഹാഗാർ എന്ന് പറയുന്നത്. അവളിൽ ഒരു കുട്ടി ജനിക്കുകയാണ്. അവളിൽ നിന്ന് ജനിക്കുന്ന കുട്ടിയുടെ പേര് നിങ്ങൾക്കറിയാം, ഇഷ്മായേൽ എന്നുള്ള ആ പേര്. അങ്ങനെ ഇഷ്മായേൽ എന്ന് ദൈവം കേട്ടു. എന്ത് കേട്ടു? സാറായിയുടെ പ്രാർത്ഥന കേട്ടു. പക്ഷെ സംഭവിച്ചതല്ല. ഈ സാറായിക്ക് പിന്നീട് അസൂയ കയറാൻ തുടങ്ങി. ഇവള് ഹാഗാർ തനിക്ക് കുട്ടിയുണ്ടായെന്ന് കണ്ടപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് തനിക്ക് കൂടുതൽ സ്ഥാനമുണ്ട്, സമൂഹത്തിൽ സ്ഥാനമുണ്ടായി എന്ന് മനസ്സിലായപ്പോൾ കുറേശ്ശെ അവൾ യജമാനത്തിയായ സാറായെയും അവഗണിക്കാൻ തുടങ്ങിയിരുന്നു. ഇത് സാറായിക്ക് ഒട്ടും അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നീട് ഇവള് സാറ ചെന്ന് അബ്രാഹത്തോട് പറയുന്നു, ഇവളെ ഒഴിവാക്കണം എങ്ങനെയെങ്കിലും. അപ്പോൾ ഇതാണ് സംഭവം. അബ്രാഹത്തിന് വലിയ സങ്കടമായി. നിവൃത്തിയില്ല. അബ്രാഹം ദൈവമായിട്ട് സംവദിക്കുന്നു. ദൈവം പറഞ്ഞു, കുഴപ്പമില്ല, അവനെ നീ പറഞ്ഞു വിടുക. ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ തൻ്റെ മകനായ ഇസ്ഹാക്കിനോട് കൂടെ കളിക്കുന്നത് സാറ കണ്ടു. അവൾ അബ്രാഹത്തോട് പറഞ്ഞു, ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക. അവളുടെ മകൻ എൻ്റെ മകൻ ഇസ്ഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. തന്മൂലം മകനെ ഓർത്ത് അബ്രാഹം വളരെ അസ്വസ്ഥനായി. അത് സ്വാഭാവികം മാത്രമാണ്. ഒരു പിതാവിന് തൻ്റെ മകനെ, അത് ദാസിയിൽ ജനിച്ചതാണെങ്കിലും നിയമപരമായി തന്നെയാണ്. അതുകൊണ്ട് തൻ്റെ മകനാണ്, തൻ്റെ സ്വത്തിൽ അവന് അവകാശമുണ്ട്. അവനെ ഇങ്ങനെ ഒന്നും കൊടുക്കാതെ ഇറക്കി വിടുക എന്നുള്ളത് അബ്രാഹത്തിന് ഹൃദയഭേദകമായിരുന്നു. പക്ഷേ ദൈവം അബ്രാഹത്തോട് പറയുകയാണ്, കുട്ടിയെക്കുറിച്ചും നിൻ്റെ അടിമ പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട.
സാറ പറയുന്നത് പോലെ ചെയ്യുക, കാരണം ഇസ്ഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക. അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും, അവനും നിന്റെ മകനാണല്ലോ. പിന്നീട് നമുക്കറിയാം, അബ്രഹാം രാവിലെ എഴുന്നേറ്റ് ഹാഗാറിൻ്റെ കയ്യിൽ കുറച്ച് വെള്ളവും അപ്പവും കൊടുത്ത് അവരെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയി ബേർഷബ ഒരു പ്രദേശത്ത് അലഞ്ഞു നടന്നു. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പയത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞു നിന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക, അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവളൊരു കിണർ കണ്ടു. അവൾ ചെന്ന് ആ തുകൽസഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ദൈവം ആ കുട്ടിയോട് കൂടി ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. അവൻ വളർന്ന് സമൃദ്ധനായൊരു വില്ലാളിയായിത്തീർന്നു. അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു. അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇസ്മായിൽ അവൻ്റെ അമ്മയെപ്പോലെ തന്നെ ഈജിപ്തിൽ നിന്നാണ് ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തത്. അവൻ്റെ അമ്മയാണ് തിരഞ്ഞെടുത്ത് കൊടുത്തത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതിക്കിടയിൽ കയറി നമ്മൾ മനുഷ്യർ അനാവശ്യമായിട്ടുള്ളത് ചെയ്യരുത്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മൾക്ക് കാത്തിരിക്കാനുള്ള ക്ഷമ വേണമെന്നർത്ഥം. ദൈവം ഏതായാലും വാഗ്ദാനം ചെയ്തതാണ് ഒരു രക്ഷകൻ വരുമെന്നുള്ളത്. ആ രക്ഷകന് വേണ്ടി കാത്തിരിക്കാൻ തീർച്ചയായിട്ടും 2000 വർഷം എന്നൊക്കെ പറഞ്ഞാൽ കുറേയേറെയാണത്. ഏതായാലും അത്രയൊന്നും കാത്തിരിക്കാനായിട്ട് സാറായിക്ക് മനസ്സിലായിരുന്നു. അബ്രാഹത്തെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തതാണ്, നമുക്കറിയാം. പക്ഷേ അതൊന്നും സാറായിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ജനതകളുടെ പിതാവ് ആകും, നിന്നിലൂടെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും എന്നൊക്കെ അബ്രാഹത്തിന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. നിന്റെ സന്തതികൾ കടൽ തീരത്തെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഒക്കെ ആകുമെന്ന് അബ്രാഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും സാറായിക്ക് പ്രശ്നമല്ല. സാറ എന്ത് ചെയ്തതാണ്? ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഇടയിൽ കയറി തൻ്റെ മാനം സംരക്ഷിക്കാൻ വേണ്ടി തനിക്കൊരു കുട്ടിയെ വേണമെന്നും പറഞ്ഞ് ബഹളം കൂട്ടുന്നതാണ്. അതിൻ്റെ ഫലം എന്താണ്? സഹായനായൊരു കുട്ടി, ഒരടിമപ്പെണ്ണ് അവർ മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെടുകയാണ്. പക്ഷേ കർത്താവ് അവരെ ഉപേക്ഷിച്ചൊന്നുമില്ല. ഹാഗാറിന് വാഗ്ദാനം കൊടുക്കുന്നു, നിൻ്റെ മകനും വലിയൊരു ജനതയാകും. അങ്ങനെ അവർ മരുഭൂമിയിൽ താമസിക്കാൻ ആരംഭിക്കുന്നു, ഇഷ്മായേലർ. പിന്നീട് നമുക്കറിയാം, മീദിയാൻ ദേശത്തൊക്കെ താമസിച്ചിരുന്നവർ ഇഷ്മായേലരായിരുന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൊക്കെ കാണും. അപ്പോൾ അവരങ്ങനെ അവിടെ താമസിക്കുന്നു. ഇസഹാക്കും സാറായും അബ്രാഹവും അവർ വേറെ വീട്ടിൽ താമസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിൽ പൂർത്തിയാകാനായിട്ട് കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് വേണം. ഇല്ലെങ്കിൽ നമ്മളൊക്കെ അബദ്ധത്തിൽ ചെന്ന് ചാടും എന്നുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ അറിവ്, സർവജ്ഞത നമുക്കാർക്കും ഇല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നന്മ മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സാറായിക്ക് കുട്ടിയുണ്ടായില്ലെങ്കിലും ദൈവം ഉദ്ദേശിച്ച സമയത്തുണ്ടായി. അവനിലൂടെയാണ് ദൈവം വാഗ്ദാനം ചെയ്ത അബ്രാഹത്തിൻ്റെ സന്തതികൾ വരാൻ പോകുന്നത്. ഇതുപോലെ നമുക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും, പക്ഷേ അല്ലെങ്കിൽ ആശയങ്ങളുണ്ടാകും. അത് അല്പം കൂടിയൊക്കെ ക്ഷമിച്ച് ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക് കാത്തിരിക്കാനായിട്ട് തയ്യാറാവുക. രണ്ടാമത്തെ വായന ഗലാത്യർ ലേഖനം 4-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായം 1-ാം വാക്യം വരെയാണ്. നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവിൻ, നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ? എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അബ്രാഹത്തിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസിയിൽ നിന്ന്, ഇതരൻ സ്വതന്ത്രയിൽ നിന്ന്. ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാനപ്രകാരവും ജനിച്ചു. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വാഗ്ദാനപ്രകാരവും ശാരീരികമായ രീതിയിലും. മക്കളുണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് ശാരീരികമായ രീതിയിലാണ്. പക്ഷേ ഈ ഹാഗാറിൻ്റെ പുത്രൻ ഇസ്മായിൽ ജനിച്ചത് സാറായുടെ ശാരീരികമായിട്ടുള്ള ചില ആവശ്യങ്ങളുടെ പേരിലാണ്. അതേ സമയത്ത് ഇസഹാക്ക് ജനിക്കുന്ന അങ്ങനെയല്ല, ദൈവം വാഗ്ദാനം ചെയ്തതനുസരിച്ചാണ്. ഇനി എന്താണ് ആ ഒരു താരതമ്യമായിട്ട് പൗലോസ് ഇങ്ങനെ മുമ്പോട്ട് പോകും പറയുകയാണ്. ആലങ്കാരികമായി പറഞ്ഞാൽ ഈ 2 സ്ത്രീകൾ 2 ഉടമ്പടികളാണ്. ഒരുവൾ സീനായി മലയിൽ ഉള്ളവൾ, അവൾ ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു. അവളാണ് ഹാഗാർ. സീനായി മല എന്ന് പറഞ്ഞാൽ നിയമം കിട്ടിയ സ്ഥലം എന്നർത്ഥം. 10 കൽപ്പനകൾ സീനായി മലയിൽ വെച്ചാണ് കിട്ടുന്നത്. ഹാഗാർ അറേബ്യയിലെ സീനായി മലയാണ്. നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് അറേബ്യയിലെ സീനായി മല എന്ന് ഗലാത്യർ ലേഖനത്തിൽ പറയുന്നത്? പൗലോസ് തീർച്ചയായിട്ടും അറിവില്ലാത്ത മനുഷ്യനല്ല. കാരണം മറ്റൊന്നുമല്ല. ഇന്ന് നിങ്ങൾ
സൗദി അറേബ്യയുടെ ഏതാണ്ട് വടക്ക് പടിഞ്ഞാറ് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു പ്രോവിൻസ് ഉണ്ട്, തബൂക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വശത്തായിട്ട് ജബൽ അൽ മൂസ എന്ന് പറയുന്ന ഒരു മലയുമുണ്ട്. ഈ അവിടെ മോശ തൻ്റെ അമ്മായിപ്പനായ ജത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന് ഈ മലയിലാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ജബൽ അൽ മൂസ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പർവ്വത നിരയാണ്. നിങ്ങൾക്കറിയാം, ഈ സീനായ് മല അങ്ങ് കിടക്കുകയാണ്. ഹോറേബ് എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവൻ അതങ്ങ് ഇപ്പോഴത്തെ ജോർഡാൻ വരെ ചെല്ലും. ചെങ്കടൽ തീരം മുതൽ അങ്ങനെ അങ്ങ് ജോർഡാൻ വരെ ചെല്ലും. അപ്പോൾ അതൊരു വലിയ പർവ്വത നിരയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും അബാറി പർവ്വതത്തിന് മുകളിലേക്ക് കയറി, അല്ലെങ്കിൽ നേബോ മലയുടെ മുകളിലേക്ക് കയറി എന്നൊക്കെ നമ്മൾ ഈ പുറപ്പാട് പിന്നീട് കാണും. അതെല്ലാം ഓരോരോ കൊടുമുടികളാണ്, അല്ലെങ്കിൽ ഓരോ മലമ്പ്രദേശങ്ങളാണ് ഈ ഹോറേബ് മലനിരകളുടെ, സീനായ് മലനിരകളുടെ അതിൽപ്പെട്ടത്. അപ്പോൾ അറേബ്യയിൽ സീനായ് മല എന്ന് പറയുമ്പോൾ അർത്ഥം ഇത്രയേ ഉള്ളൂ. അന്നത്തെ അറേബ്യ എന്ന് പറയുന്നത് ഇന്നത്തെ അറേബ്യ മാത്രമല്ല. ഇന്നത്തെ അറേബ്യ അന്ന് അറിയപ്പെട്ടിരുന്നത് അറേബ്യ ദെസേർത്ത എന്നാണ്. അതേസമയത്ത് ഇന്നത്തെ ജോർഡാൻ ആ പ്രദേശമല്ല അറിയപ്പെട്ടിരുന്നത് അറേബ്യ റൊമാന, പിന്നീട് ഇന്നത്തെ യമനൊക്കെ അറിയപ്പെട്ടിരുന്നത് അറേബ്യ ഫേലിക്സ്. അപ്പോൾ അതുകൊണ്ട് അറേബ്യയിലെ സീനായ് മല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു മലനിരകളാണ്. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ മലമുകളിലത്ത് വെച്ച് തന്നെയാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതും പിന്നീട് മോശ അവിടെ 10 കൽപ്പനകൾ വാങ്ങിക്കുന്നതൊക്കെ. ഏതായാലും അറേബ്യയിലെ സീനായ് മലയാണ് ഹാഗാർ. അവൾ ഇന്നത്തെ ജെറൂസലമിൻ്റെ പ്രതീകമാണ്, അതായത് യഹൂദന്മാരുടെ. എന്തെന്നാൽ അവൾ തൻ്റെ മക്കളോട് ദാസ്യവൃത്തി ചെയ്യുന്നു, എന്നാൽ സ്വർഗീയ ജെറൂസലം സ്വതന്ത്രയാണ്. അവളാണ് നമ്മുടെ അമ്മ. നമ്മുടെ അമ്മ എന്ന് പറയുന്നത് സ്വർഗീയ ജെറൂസലമാണ്. അതായത് ഇപ്പോൾ അല്ലെങ്കിൽ പൗലോസ് പറയുന്ന അന്നത്തെ യഹൂദർ മാത്രമുള്ള ജെറൂസലമല്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അല്ലയോ പ്രസവിക്കാത്ത വന്ധ്യയെ നീ ആഹ്ലാദിക്കുക, പ്രസവ വേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക. എന്തെന്നാൽ ഭദ്രമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പരിത്യക്തിയാണ്. അപ്പോൾ ഈ അബ്രാഹത്തിലൂടെ അനേക ജനതകൾ സാറായുടെ മക്കളായി തീർന്നതുപോലെ ഇന്ന് സ്വർഗീയമായ ജെറൂസലം അത് ഈശോയുടെ സഭ അല്ലെങ്കിൽ സഭാസമൂഹമാണ്. ഈ ഈശോയുടെ സഭാസമൂഹത്തിൽ ഈ അമ്മ ഒരുപാട് പ്രസവിച്ചതല്ല, പക്ഷേ ദൈവം വാഗ്ദാനപ്രകാരം കോടിക്കണക്കിന് മക്കളെ ഈ അമ്മയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പൗലോസ് പറഞ്ഞത്. അതുകൊണ്ട് പ്രസവിക്കാത്ത വന്ധ്യയെ നീ ആഹ്ലാദിക്കുക. പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത് പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുന്നതിനാൽ അത്രമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പരിത്യക്തിക്കാണുള്ളത്. സഹോദരങ്ങളെ, നമ്മളാകട്ടെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ്. എന്നാൽ ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു, ഇന്നും അതുപോലെ തന്നെയാണ്. അതായത് പൗലോസിൽ പറയുന്ന എപ്പോഴാണ്? യഹൂദന്മാർ പൗലോസിനെയും കുട്ടിയൊക്കെ പീഡിപ്പിക്കുന്ന സമയത്താണ്. അതിനെ പൗലോസ് താരതമ്യം ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ ഹാഗാറും ഇശ്മായേലും ഇസ്ഹാക്കിനെയും സാറായെയും പീഡിപ്പിച്ചെന്നാണ് ഈ പറയുന്നത്. പീഡിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നമെങ്കിലും അവർ തമ്മിൽ ശത്രുതകളായി എന്നുള്ളതാണ് സത്യം. ഇതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ പൗലോസ് പറയുന്ന കാലഘട്ടത്തിൽ യഹൂദന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ പ്രശ്നമായ യഹൂദന്മാർ അവരെ വെറുക്കുന്നു. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ വാഗ്ദാനത്തിൻ്റെ മക്കളാണെന്നാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നിരന്തരമായിട്ട് ഓർക്കടി. പൗലോസ് പറഞ്ഞു നമ്മൾ വാഗ്ദാനത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കണമെന്ന് മാത്രം. അബ്രാഹാം ചെയ്തതുപോലെ നിന്റെ മകനെ ബലി കഴിക്കണമെന്ന് പറയുമ്പോൾ പോലും മടി കൂടാതെ ചെയ്യാൻ തയ്യാറാവുന്ന ഏതൊരു വ്യക്തിയുമാണ് വാഗ്ദാനത്തിൽ വിശ്വസിക്കുക. അല്ലാതെ കേവലം കുറേ നിയമങ്ങളനുസരിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വാഗ്ദാനത്തിൻ്റെ മക്കളാകാൻ കഴിയില്ല. സുവിശേഷം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഹെരോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബേത്ലഹേമിൽ ഈശോ ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് ജ്ഞാനികൾ ജെറൂസലമെത്തി. അവർ അന്വേഷിച്ച് എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെരോദേസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറൂസലം മുഴുവനും. പിന്നീട് ഞാനും പോയി ആ ശിശുവിനെ ആരാധിക്കാൻ വേണ്ടി അവൻ കിടക്കുന്ന സ്ഥലമൊക്കെ എന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞു ജ്ഞാനികൾ വിടുകയാണ് ചെയ്യുന്നത്. അവർ പോയി പിന്നെ ആ വഴിക്ക് തിരിച്ചു പോയില്ല. കാരണം അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു ഈ ഹെരോദേസ് ശിശുവിനെ ആരാധിക്കാമെന്നുള്ളവനെ കൊല്ലാൻ തന്നെയാണ്. കാരണം എന്താണ്? ഈ ശിശുവിൻ്റെ ജനനത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ രാജാവ് അസ്വസ്ഥനാവുകയാണ്. നമ്മളെപ്പോഴും ക്രിസ്മസിനെ കുറിച്ച് പറയില്ലേ, ശാന്തി, സമാധാനം, ആനന്ദത്തിൻ്റെ എല്ലാം ഒരു തിരുനാളാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോഴും ഇവിടെ ഹെരോദേസിന് അങ്ങനെ അല്ലത്. ഇത് ഇന്നും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ ഈശോയുടെ മാർഗത്തിലൂടെ നടത്തിയെന്ന് പറയുന്ന പലർക്കും അത് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്തിലെമ്പാടും ഇന്നും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ചില കാര്യങ്ങളിൽ അവർ
ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ അല്ല നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ലോകത്തോട് രമ്യപ്പെട്ട് നടക്കുന്നവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകാം. പക്ഷേ ശരിയായ ക്രൈസ്തവ ജീവിതം നയിക്കുന്നവർക്ക് എപ്പോഴും ഭീഷണി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം അത് യേശുവിൻ്റെ മാർഗ്ഗങ്ങൾ, ഈശോയുടെ മാർഗ്ഗങ്ങൾ ഈ ലോകത്തിൻ്റെ മാർഗ്ഗങ്ങൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ പിറവിക്കാലത്ത് നമ്മൾ ഓർക്കുക, യഥാർത്ഥത്തിൽ നമ്മളിൽ ഈശോ പിറവിയെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മളിൽ സംഭവിക്കും. അതായത് നമ്മൾ ഈശോയുടെ വഴിയിലൂടെ നടക്കാൻ പോകുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. കാരണം അത് ഈ ലോകത്തിന് ദുഃഖമാണ്. ദൈവമുള്ളവരെ, അതുകൊണ്ട് ഈ പിറവിക്കാലത്ത് ഈശോ നമ്മളിൽ നിരന്തരമായിട്ട് പിറവിയെടുക്കുന്നു ജനിക്കുമെന്ന് ഉറപ്പുവരുത്തി ആ ഈശോയുടെ രക്ഷാകര ദൗത്യം ഈ ലോകത്തിന് അനുയോജ്യമാക്കി കൊടുക്കാൻ നമ്മൾ ക്രൈസ്തവർ പ്രാപ്തരാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.